കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ സ്വന്തം അമ്മ ഉണ്ടാക്കി തന്നിരുന്ന മീൻകറിയുടെയൊക്കെ രുചി അത് മിസ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അത് നമ്മൾ ചെറിയ പ്രായത്തിലായിരുന്നപ്പം അമ്മ ഉണ്ടാക്കി തന്നിരുന്ന മീൻകറി മാത്രമല്ല കേട്ടോ, ഒരുപാട് കറികൾ നമുക്ക് മിസ് ചെയ്യാറുണ്ടല്ലേ. ഞാൻ ഏത് യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ പലരോട് ചോദിച്ചുണ്ടാക്കിയിട്ടൊന്നും ഈ രുചി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ വാരി വിതറുന്ന സ്നേഹത്തിൻ്റെ അളവ് ചിലപ്പോൾ അത്രയ്ക്കൊന്നും വരുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാൻ തന്നി നാട്ടിൻപുറത്ത് ജീവിച്ച ഒരാളാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കാച്ചിൽ, കപ്പ, ചേമ്പ് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന. അപ്പം അധികം വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. നമ്മൾ പൊട്ടാറ്റോ അല്ലെ സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ പണ്ട് വെളിയിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും പൊതുവേ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ദോശ, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കും, അത് കള്ളപ്പം, വട്ടയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കഴിച്ചിരിക്കുന്നത് ഈ കപ്പയും കാച്ചിലും അതുപോലെ ചേന പുഴുങ്ങിയതും ഒക്കെ. അന്നൊക്കെ ഇത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന ദിവസം എല്ലാ ദിവസവും ഞാൻ കരച്ചിലും ബഹളം, ഞാൻ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ചേനയും ചേമ്പൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ആ സമയത്ത് അതൊക്കെ ഓർക്കുമ്പോഴേ എന്താണ് ഈ വോയിസ് ഓവർ കൊടുക്കും തന്നെ എൻ്റെ വായിക്കൂടി വെള്ളം വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താണ് പഴയ ഒരു രീതിയിൽ, അതായത് ഹസ്ബൻഡും പിള്ളേരും ഒന്നും എൻ്റെ കൂട്ടത്തിലില്ലാതെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പഴയ കൊച്ചു കുട്ടിയുടെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അവർക്ക് എന്നോടും എനിക്ക് അവരോടും ഒക്കെ തോന്നുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എന്നെ പോയ പണ്ടത്തെ ഓർമ്മകൾ കാരണം എനിക്കറിയത്തില്ല, ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഞാനിങ്ങനെ ഈ ഒരു മിനിറ്റ് കടന്നു പോവല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സന്ധ്യ മയങ്ങുന്നതും നേരം വെളുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് 4:45 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ വെളിയിൽ തിണ്ണെ പോന്നിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം മിസ് ചെയ്യുമോ. അതുപോലെ ഒരു നിമിഷത്തിനെ ഞാൻ പണ്ട് നമ്മൾ എൻജോയ് ചെയ്യാതെ പോയതും അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയതുമായിട്ടൊക്കെയുള്ള ഓരോ നിമിഷങ്ങളെ ഇങ്ങനെ ആസ്വദിച്ച് പോയ കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് സന്ധ്യ സമയമായപ്പോഴത്തേക്കും മുറ്റത്തൂടിയൊക്കെ നടക്കുന്ന, അപ്പോൾ മമ്മി പറയുന്നുണ്ട് ഈ സന്ധ്യ സമയത്ത് വെളിയിൽ കൂടി നടക്കുമ്പോൾ സൂക്ഷിക്കണം, മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ വളവളപ്പൻ എന്ന് പറയും കേട്ടോ, പാമ്പൊക്കെ സൈഡിൽ കൂടി കാണുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ നൊസ്റ്റാൾജിയ ഇങ്ങനെ എനിക്ക് പറയാനറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് കുറേ ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോട്ടയത്തെ ഒരു മീൻകറിയാണ്. കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് കോട്ടയത്തിൻ്റെ ഇങ്ങേയറ്റം, എന്നെ കെട്ടിച്ചിരിക്കുന്ന കോട്ടയത്തിൻ്റെ അങ്ങേയറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വീട്ടിലും മീൻകറികൾ ഭയങ്കര വെറൈറ്റികളാണ്. എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എത്രത്തോളം ടൈപ്പ് മീൻകറി ഈ അമ്മമാരുണ്ടാക്കും എന്നുള്ളത്. ഇപ്പോൾ കോട്ടയം മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ കോട്ടയംകാരി ആയതുകൊണ്ട് കോട്ടയം നിന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള, അതായത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാരി എറിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു തരം മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആൻഡ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തെങ്ങും തേങ്ങയും ഒക്കെ പണ്ട് തൊട്ട് ഒരുപാടുള്ള ഒരു വീടാണ്. അപ്പോൾ തേങ്ങ അരച്ച കറികളും ഒരുപാട് വെറൈറ്റിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. എൻ്റെ മമ്മി മൺചട്ടി എടുത്ത് പണ്ടൊക്കെ അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്, ഇപ്പോഴും അടുപ്പത്ത് ഉണ്ടാക്കാറുണ്ട്. അത് പിന്നെ സമയം പോയതുകൊണ്ട് സ്റ്റൗവെല്ലാം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. മൺചട്ടിക്കകത്ത് സാധാരണ മീൻകറി പോലെ എണ്ണ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഉള്ളിയാണോ സവോളയാണോ എന്തോ ഒരു സാധനം അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് സവോളയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഉള്ളിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത്രയും സാധനങ്ങളിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് മുളക് പൊടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുളക് കറി, അത് മീൻ മുളകിട്ടത് വെക്കുമ്പം കുറച്ച് എരിവും അതുപോലെ തന്നെ പുളിയും കുറച്ച് മുമ്പോട്ടാണ് കേട്ടോ നിൽക്കാറുള്ളത്. അപ്പോൾ ചില കറികളിൽ മീനിൻ്റെ അകത്ത് മുളക് മാത്രമേ ഇടാറുള്ളൂ. ഇതിപ്പോൾ എനിക്ക് എരിവ് ഒരു പൊടി കുറച്ച് മതി എന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ മുളകിട്ടതെന്ന് പറയുമ്പോൾ മുളക് പൊടി മാത്രം ഇടാറില്ല. അത് നമ്മുടെ വീട്ടിലൊക്കെ കാശ്മീരി മുളക് അധികം ഉപയോഗിക്കാറില്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ സാധാരണ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളക്, കാന്താരി ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. അപ്പോൾ എനിക്ക് അത്ര എരിവ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റേ മുളകിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ മുറ്റത്തൂടെയൊക്കെ നിൽക്കുന്ന മുളകുകളാണ്. ഇതിലെ ഇറങ്ങി നോക്കിയാലും പല പല തരത്തിലുള്ള മുളകുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ എരിവില്ലാത്ത, എനിക്ക് തോന്നുന്നു തൊണ്ടൻമുളക് എന്നെങ്ങാണ്ട് പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതുപോലത്തെ 1-2 മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. ഇത്
ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ച് വെച്ചിട്ട് നിന്ന് കുറച്ചെടുത്ത് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇടാറുള്ളൂ. അപ്പം നമ്മൾ മമ്മിയൊക്കെ ഈ മുളക് പൊടി മൂപ്പിക്കുമ്പോൾ ഇച്ചിരി നല്ലപോലെ മൂപ്പിക്കും. എനിക്ക് ഇത്രയും മൂപ്പിക്കാനായിട്ട് ധൈര്യമില്ല കേട്ടോ, ഇത് കരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ വെള്ളമൊക്കെ കോരി ഒഴിക്കും. പക്ഷേ മമ്മി അത് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ വരുന്നോടം വരെയും മൂപ്പിച്ചെടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിക്കാറുള്ളത്. അപ്പോൾ ചിലപ്പം പുളിയിട്ട് വെച്ചേക്കുന്ന വെള്ളം ഒഴിക്കും, ചിലപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. അങ്ങനെയൊന്നുമില്ല, കൈ കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് അതിന് ശേഷം വീണ്ടും ആ അരപ്പൊന്ന് നല്ലപോലെ കുറുക്കി വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നോടം വരെ നല്ലപോലെ വറ്റിച്ചെടുക്കും കേട്ടോ. അതിന് ശേഷം കുറച്ച് നല്ലതുപോലെ പുളിയുടെ വെള്ളവും എല്ലാം കൂടി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. അപ്പം കൂടുതലും മീനിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇത് തിളച്ച് വറ്റി വരണം എന്നുള്ളതാണ് കണക്ക്. ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മീൻ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം മതിയെങ്കിലും നമ്മളതിനെ നല്ലപോലെ കുക്ക് ചെയ്ത് പിന്നെ വറ്റിച്ചെടുക്കും. പുളി ഇടുമ്പം കുറച്ച് കൂടുതൽ പുളി ഇടാറുണ്ട് കേട്ടോ. അപ്പം എന്നാന്ന് വെച്ചാൽ പുളി എരിവും മുന്നോട്ട് നിൽക്കുന്ന ഒരു മീൻകറിയാണ് സാധാരണ നമ്മൾ അവിടെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ തേങ്ങ അരച്ചുണ്ടാക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇതുപോലെ ഇത്രയും മുളക് വാരി ഇടാറില്ല കേട്ടോ. അപ്പം മീനൊക്കെ അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്നിരുന്ന മീനാണ് കേട്ടോ. അപ്പം വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. വീണ്ടും അതൊന്നും കൂടിയൊക്കെ കഴുകി വാരി എടുത്ത് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കഷ്ണം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റേ തിലാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മീനൊന്നുമല്ല, പക്ഷെ നമുക്കതാണ് കിട്ടിയത്. ഈ ഒരു കറി ഏത് ടൈപ്പ് ഓഫ് മീൻ വെച്ചിട്ടാണേലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് സമയമില്ല, അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ സമയമില്ല രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഒക്കെ കിട്ടുന്ന മീനൊക്കെ ആണെങ്കിൽ ഇത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതിങ്ങനെ ചിലപ്പം ചില മീനൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ടേസ്റ്റ് പോകുമെന്നും പറഞ്ഞുകൊണ്ടും ഇത്രയും ആക്കി അങ്ങ് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതിനെ മോഡിഫൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും, അതല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഇതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് കുറച്ചിങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു മീൻകറി എടുക്കുമ്പോൾ തന്നെ ആ ഒരു വെളിച്ചെണ്ണയോട് കൂടിയിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാനിത് കഴിക്കാനായിട്ട് പോകുന്നത് നല്ല കാച്ചിലിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പം നല്ല വെള്ളക്കാച്ചിലാണ്. നമുക്ക് നീലക്കാച്ചിലും ഉണ്ട്, പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ നമ്മുടെ വെള്ളക്കാച്ചിലാട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പം സാധാരണ കുറുക്കുന്ന അത്രയൊന്നും ഈ മീൻകറി കുറുക്കിയിട്ടില്ല. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള ഉടായ്പ് മീൻകറികളൊക്കെ വെച്ച് എനിക്ക് ആ ഒത്തൻറ്റിക് ആയിട്ടുള്ള അത്രയും ഇതായിട്ടുള്ള മീൻകറി അത്ര എരിവൊന്നും ഇപ്പോൾ എനിക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് തൊട്ടേ ഒരൊറ്റ കറി കേട്ടോ ചോറിന്, അല്ലെങ്കിൽ കപ്പയാണ് എന്താണ് ഒരൊറ്റ കറി. കൂടുതൽ കറികൾ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്.